മഞ്ജുവിനിട്ടുള്ള പണി. ഈ ചേട്ടൻ ഇവിടെ നിൽപ്പില്ലേ, കിളിച്ചേട്ടനോ ചേച്ചിയോ ആവട്ടെ, ആ ചേട്ടന് ഒരു ഡബ്ബിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കൊടുക്കണം. ആ ചേട്ടൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത്, മനസ്സിൽ എന്താണ്, ആ ചേട്ടൻ്റെ മനസ്സിനകത്ത് ഓടുന്ന ആ ഡയലോഗ്സ് എന്താണെന്ന് ഇപ്പം മഞ്ജു പറയണം. ഇവരെന്തിട്ട് നമ്മളെ നോക്കുന്നേ? എല്ലാരും നോക്കുന്നുണ്ട്. ഞാനാണ് ഇവിടുത്തെ സ്റ്റാറാണോ? ആ കൊള്ളാലോ, ഞാൻ നന്നായിട്ട് പോസ് ചെയ്താലോ? ആ കറക്റ്റ്. ഐ ഇവനാരത്? ഐ തൊപ്പി വെച്ച് വന്നേക്ക, റെഡ് കളർ തൊപ്പി. ചുള്ളനല്ല, ഇവന്റെ കൂടെ പോയാലോ? വേണ്ട, അവനാളെ ശരിയില്ല. ആ അതേനാ അടുത്തത്. എനിക്ക് പറ്റിയത് കിട്ടി. വേണ്ട, അവളത്ര ശരിയല്ല, പോയി തിരിഞ്ഞു വെക്കാൻ. നമ്മളെ ഓടിച്ചേ. കിളികൾ പറന്നതോ, പ്രണയം പിരിഞ്ചതോ, കഴിഞ്ഞു കലക്കി. അപ്പൊ അച്ചായ, അടുത്ത അച്ചായനായോട്ടെ ഡബ്ബിങ്. അങ്ങനെ മയിലിനെ, ഈ മയില് ഇതെന്താ കുറെ എണ്ണങ്ങൾ വന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കണേ? ഓഹോ ശല്യങ്ങൾ. ഏറ്റവും ഒറ്റത്ത് ആരായിരിക്കുന്നത്? കാർത്തികയാണല്ലോ. അങ്ങാട് നോക്കിയേ വേണ്ട, ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. ഇനി ക്യാമറയിലെങ്ങാനും വന്ന് ഞാനും ഫേമസ് ആയി പോയാലോ? പോരെ കിട്ടുള്ള. വേറെ ആർക്കെങ്കിലും ട്രൈ ചെയ്യണോ ഇതിനെ? ഈ ചേട്ടൻ തിരിച്ചെത്തി. മൈക്കുണ്ട്. ഓ ഇപ്പൊ ഒരു വലിയ മയില് വന്നപ്പോഴേക്ക് എന്നെ ആർക്കും വേണ്ടാതായി പോയില്ലേ. അവൻ പോയാലേ എന്നെ നോക്കത്തുള്ളൂ എല്ലാരും. ശ്രദ്ധ കിട്ടുന്നില്ല. ഈ ചേച്ചീനൊന്ന് നോക്കിയേക്കാം. ആ ചേച്ചി കൊള്ളാം. ഇത് കാർത്തികേയനെ വീണ്ടും നോക്കുന്നു. എന്താ പറയാനാ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഞാനിന്ന് രാവിലെ കഴിച്ച ഭക്ഷണം ശരിയായില്ല. വയറിന് വല്ലാത്തൊരു പെരുമല് വരുന്നുണ്ട്. ഇവരുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും സാധിച്ചു കളഞ്ഞവര് വല്ലതും വിചാരിക്കുവോ എന്തോ. അയ്യോ, കുറുകുറുന്ന് ശബ്ദവും കേൾക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് നീങ്ങാനും പറ്റുന്നില്ല. ഇവരെ കണ്ട് ഞാനിവിടെ സ്റ്റക്കായി പോവുകയും ചെയ്തു. ഇത്രയും ക്യാമറയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. ഓ വയറ് കുറുകുറു ചെയ്യുന്നേ, എന്താ ചെയ്യാ? ഞാനിവിടെ നിന്നിട്ട് എന്തൊക്കെ കോപ്രായങ്ങളായി കാണിക്കുന്നത്. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് തിന്നാൻ തന്നോ നോക്കിയേ. ദ്രോഹികൾ എന്നെ നോക്കിയിരിക്കുക.